ഈ കേരളത്തിൽ വെറും 4 ആളുടെ കൂടെ ഓടി നടന്ന ആരോഗ്യം പ്രചരിപ്പിച്ചാൽ മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കാം എന്നുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ തള്ളിക്കളയോ? ഈ ഓടുന്ന 4 ആൾക്ക് 1 ലക്ഷം രൂപ നേടിക്കൊടുക്കാമെന്നും കൂടെ പറയുമ്പോൾ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിനൊന്നും പൈസയും കൂടി വേണ്ടെങ്കിലോ നമുക്ക് ആവേശം ഇരട്ടിയാവും അല്ലേ? അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സഹോദര സഹോദരി, നാളെ നിങ്ങൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടുമോ? പക്ഷെ ഈ ചെയ്ത പണിക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും പൈസ കിട്ടുമെങ്കിൽ അതാണ് പാസീവ്. പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അധികം സംസാരിക്കാൻ അല്ലെ, നന്നായിട്ട് സംസാരിക്കുന്ന ആളുകൾക്കാണ് പറ്റുക എന്നാണ് നമ്മൾ പൊതുവെ ആളുകൾ അങ്ങനെ പറയാറുണ്ട്. നമുക്ക് സംസാരിക്കാൻ അറിയണമെന്നൊന്നുമില്ല. നന്നായിട്ട് സംസാരിക്കാൻ അറിയണം 4 ആളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. നമ്മൾ സംസാരിക്കേണ്ട. മനസ്സിലായോ? 4 ആളുകൾ. ചില ആളുകൾ എനിക്ക് അത്രമാത്രം ബന്ധങ്ങളൊന്നുമില്ല. നമുക്ക് ബന്ധം വേണ്ടേ? നല്ല ബന്ധങ്ങളുള്ള 4 ആളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞാൻ ചിന്തിക്കാൻ എന്തായിരിക്കും എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ എന്നാണ്. പക്ഷെ 4 വിദ്യാഭ്യാസമുള്ള ആളുകളെ കൊടുത്താൽ എന്റെ ടീമിൽ ഏറ്റവും വിദ്യാഭ്യാസം ഇല്ലാത്ത ആള് ഞാനാണ്. അപ്പൊ നല്ല വിദ്യാഭ്യാസമുള്ള 4 ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അവരത് ആൻ ചെയ്തോളും. മനസ്സിലായില്ലേ? പിന്നെ തീരെ പറ്റാതെ വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കണ്ടകശനി എന്ന് കണ്ടിട്ടില്ലേ? എന്ത് ചെയ്താലും കഷ്ടകാലമുള്ള ആൾക്കാരുണ്ടാവും. കണ്ടകശനി സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിവൃത്തിയില്ല. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ശുക്രദശയുള്ള 4 ആളെ ചേർത്താൽ മതി. നമുക്കല്ലേ കണ്ടകശനി, അവർക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഏത് ആൾക്കും ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും സാധിക്കും. ഇതിനകത്ത് ബിസിനസ് ഇനി നമുക്ക് ജന്മന സംസാരിക്കാൻ അറിയില്ലെങ്കിലോ? ജന്മന സംസാരിക്കാൻ ചേർത്താൽ മതി. അപ്പൊ എന്ത് ചെയ്താലും ഈ ബിസിനസ് വിജയിക്കും. ഒറ്റ കാര്യമുള്ളൂ, റെഗുലർ ആയിട്ട് പ്രോഗ്രാമിൽ വരിക. വരുമ്പോ 1-2 പേരെ വിളിച്ചുകൊണ്ട് വരിക. എന്റെ ബിസിനസ്സിലെ സക്സസിന്റെ ഒറ്റ രഹസ്യമാണ് ഞാൻ റെഗുലർ ആയിട്ട് പ്രോഗ്രാമിൽ വരും. വരുമ്പോ ആരെങ്കിലും വിളിച്ചിട്ട് വരും. ഇത് മാത്രം ചെയ്താൽ മതി. ഈ ബിസിനസ് വലിയ നേട്ടം. 2 ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഒന്ന്, കേരളത്തിൽ 54% ക്യാൻസർ രോഗികളുടെ വർധനവ്. ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ സിനിമാ നടന്മാരെ കൊണ്ടും നടികളെ കൊണ്ടൊക്കെ പരസ്യം പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയിട്ടുണ്ട്. എന്നാൽ സുരക്ഷിതത്വം തരുന്ന സൂപ്പർ മാർക്കറ്റിന് ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ല. കമ്പനിയിൽ നിന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ കിട്ടും. ഇത്തരത്തിലുള്ള സംവിധാനം രാജ്യത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്ന കമ്പനിയാണ് മോദി കെയർ. ഇന്നത് 30 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിന്റെ ഫലമായി ഈ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനിയുടെ വിറ്റുവരവിന്റെ ഒരു ഷെയർ വെറും 1000-1500 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയാൽ നൽകുമെന്ന്. നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് 1000-1500 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയാൽ ആ കമ്പനി അതിന്റെ വിറ്റുവരവിന്റെ ഒരു ഷെയർ ഏകദേശം ഒരു 100 രൂപ അക്കൗണ്ടിൽ തരുമോ? സോ ഇത് ഇന്ത്യക്കാർക്ക് മുഴുവൻ വലിയൊരു അനുഗ്രഹമാണ്. ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഇത് മലയാളക്കരയെ മുഴുവൻ അറിയിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ വെറും 4 പേരെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 6 ഷെയർ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഷെയർ കൂടുതൽ ആളുകളെ അറിയിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. 50 പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു 3000-3500 രൂപയുടെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ കമ്പനിയുടെ 2 ഷെയർ നമുക്ക് ലഭിക്കും. 100 പോയിന്റ് 6000-7000 രൂപയുടെ പ്രോഡക്റ്റാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ 3 ഷെയറാണ് അദ്ദേഹത്തിന് ലഭിക്കുക എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് MRP വിലയ്ക്ക് വിൽക്കാനുള്ള അധികാരം ഈ കമ്പനി തന്നിട്ടുണ്ട്. ഒരൊറ്റ വർഷം ഗൾഫിൽ 1,50,000 രൂപയുടെ ജോലി എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപയുടെ വരുമാനമുണ്ടെന്ന് പറയുമ്പോൾ ആധാരം വരെ കൊണ്ടുവയ്ക്കാൻ ജഡ്ജി കാണിക്കുന്നതിന്റെ 10 മതി മോദി കെയർ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു മില്യണറായിട്ട് മാറും. സ്വന്തം നാട്ടിലെ ജനങ്ങളോട്, സ്വന്തം അയൽവാസിയോട്, സ്വന്തം സുഹൃത്തുക്കളോട് അനുഭവിച്ച പ്രോഡക്ട്സിന്റെ മഹാത്മ്യം, അതിന്റെ സത്യസന്ധത ഒന്ന് സംസാരിക്കാൻ നമ്മൾ തയ്യാറാണ്. അത് മാത്രം മതി ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ. 2016 ജനുവരി 14 ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്നത്. വളരെ പാർട്ട് ടൈമായിട്ടാണ് ഞാൻ മോദി കെയർ ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ രാവിലെ ഉച്ചവരെ മീൻ കച്ചവടം ചെയ്യും. അതിനുശേഷം വെയിലൊക്കെ മാറിയതിനു ശേഷം മോദി കെയർ ചെയ്യും. അങ്ങനെ 3 വർഷക്കാലം ഞാൻ മോദി കെയർ ചെയ്തത് മീൻ കച്ചവടത്തിന്റെ കൂടെ ആയിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ്, എനിക്ക് ടോൺസിലിന്റെ ഇൻഫെക്ഷൻ വന്നു, വൈഫിന്റെ കരയൊടിഞ്ഞു. അങ്ങനെ കേട്ട് ഒരു 1.5 മാസക്കാലം എനിക്ക് മീൻ കച്ചവടത്തിന് പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വലിയൊരു നെറ്റ്വർക്ക് മീൻ കച്ചവടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ 1.5 മാസം ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഞാൻ മീൻ കൊടുത്ത വീട്ടിൽ നിന്ന് 1 രൂപ പോലും എനിക്ക് വരുമാനം കിട്ടിയില്ല. ആ നെറ്റ്വർക്കിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല. പക്ഷെ പാർട്ട് ടൈമായിട്ട് ഞാൻ മോദി കെയർ 3 വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു മീൻ കച്ചവടത്തിന്റെ കൂടെ. ആ 1.5 മാസം ഞാൻ വെറുതെ വീട്ടിലിരുന്ന സമയത്ത് മാസം 40,000-ലധികം വരുമാനം ആ നെറ്റ്വർക്കിൽ നിന്ന് കിട്ടുന്നത്. അതാണ് ഈ പാർഷ്യൽ ഇൻകം യഥാർത്ഥ ഡയറക്ട് ശക്തി.